പുരാതന ഗ്രീക്ക് അത്ലറ്റുകൾ എന്തുകൊണ്ട് സെമൻ റിട്ടൻഷൻ പിന്തുടർന്നു? പുരാതന ഗ്രീക്കിലെ ചിത്രങ്ങളും ശില്പങ്ങളും നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പുരാതന ഗ്രീക്കുകാർ ശാരീരിക സൗന്ദര്യത്തിനും ശക്തിക്കും അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ പുരാതന ഗ്രീക്കുകാരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ശക്തിയും സൗന്ദര്യവും. ഗ്രീക്കുകാരുടെ ഈ സംസ്കാരം കാരണമാണ് ഗ്രീസിൽ ഒളിമ്പിക്സ് തന്നെ ജന്മം കൊണ്ടത്. നിങ്ങൾ പുരാതന ഗ്രീക്കിലാണ് ജീവിക്കുന്നതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ ശാരീരിക സൗന്ദര്യവും ശക്തിയും നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീക്കിലെയുള്ള ഓരോ പുരുഷന്റെയും കടമയാണ് ഏറ്റവും മികച്ച ശാരീരിക സൗന്ദര്യവും ഏറ്റവും മികച്ച ശക്തിയും ആർജിച്ചെടുക്കുക, അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അവർ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാവും. ഉദാഹരണം പറഞ്ഞാൽ, പുരാതന ഗ്രീക്കുകാരുടെ ഏറ്റവും വലിയ വിശ്വാസമായിരുന്നു ഈ സെമൻ റിട്ടൻഷൻ, അല്ലെങ്കിൽ ബീജം നിലനിർത്തൽ. ഗ്രീക്കുകാരുടെ വിശ്വാസപ്രകാരം ഒരു പുരുഷന് അവന്റെ പരമാവധി പ്രകടനം പുറത്തിറക്കണമെങ്കിൽ അവൻ സെമൻ റിട്ടൻഷൻ ഉറപ്പായും പ്രാക്ടീസ് ചെയ്തിരിക്കണം. സെമൻ റിട്ടൻഷൻ ചെയ്യാത്ത പുരുഷന്മാർക്ക് അവരുടെ അങ്ങേയറ്റത്തെ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഗ്രീക്കുകാർ ഏറ്റവും കൂടുതൽ വിട്ടുനിന്ന ഒരു പ്രവൃത്തിയാണ് ഈ ലൈംഗികത. എല്ലാ ഗ്രീക്കുകാരുമല്ല, സാധാരണക്കാരല്ല. ഞാനിവിടെ പറഞ്ഞ ഗ്രീക്കിലുള്ള അത്ലറ്റുകളുടെ കാര്യമാണ്. പുരാതന ഗ്രീക്കിലുള്ള ഓരോ അത്ലറ്റിന്റെയും അടിസ്ഥാന വിജയരഹസ്യം സെൽഫ് കൺട്രോൾ ആണ്. അതായത് അവർ ലൈംഗികതയിൽ നിന്ന് വിട്ടുനിന്നു. കാരണം അവർ അവരുടെ ശുക്ലം അല്ലെങ്കിൽ ബീജം പുറത്തു പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. ബീജം പുറത്തു പോയാൽ മറ്റൊരാൾ തന്നെക്കാളും മികച്ച ബ്യൂട്ടിയും സ്ട്രെങ്തും ഉള്ള ഒരാളായി തന്നെ പരാജയപ്പെടുത്തുമെന്നുള്ള ഭയം ഓരോ ഗ്രീക്ക് അത്ലറ്റിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്പർ 1 ആകണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്പർ 1 ആയി തുടരാൻ വേണ്ടി എല്ലാ ഗ്രീക്ക് അത്ലറ്റുകളും ഹാർഡ് വർക്ക് പോലെ തന്നെയാണ് ലൈംഗിക സുഖത്തിൽ നിന്നും ഒരുതരം മത്സര ബുദ്ധിയോടുകൂടി തന്നെ അകന്നു നിന്നിരുന്നു. പുരാതന ഗ്രീക്കുകാർ സെമൻ റിട്ടൻഷൻ അല്ലെങ്കിൽ ബീജം നിലനിർത്തൽ പ്രാക്ടീസ് ചെയ്യാൻ കാരണം പുരാതന ഗ്രീസിലുള്ള എല്ലാ വീരന്മാരും സെമൻ റിട്ടൻഷൻ ചെയ്തതായിട്ട് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പുരാതന ഗ്രീസിലെ പുതിയ തലമുറയിലുള്ള ആളുകൾ പോലും തങ്ങളുടെ വീരന്മാരെല്ലാം സെമൻ റിട്ടൻഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അവർ വീരന്മാരായിട്ട് മാറിയത്. അതുകൊണ്ട് തങ്ങൾക്കും വീരന്മാരായിട്ട് മാറണമെങ്കിൽ സെമൻ റിട്ടൻഷൻ അല്ലെങ്കിൽ ബീജം നിലനിർത്തൽ ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ള വളരെ ഉറച്ച വിശ്വാസത്തിലായിരുന്നു. പുരാതന ഗ്രീക്കുകാർ ബീജം നിലനിർത്തലിനെ അല്ലെങ്കിൽ സെമൻ റിട്ടൻഷനെ ഒരു ആത്മീയമായിട്ടുള്ള ആശയമായല്ല കണ്ടത്. അവർ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു കാരണം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശുക്ലം ബ്രെയിനിനോട് ബന്ധമുള്ള ഒരു ഫ്ലൂയിഡ് ആണെന്ന് അവർ വിശ്വസിച്ചു. അത് സംരക്ഷിച്ചാൽ ശരീരത്തിൽ ശക്തി നിലനിൽക്കുമെന്ന് അവർ കരുതിയിരുന്നു. പുരാതന ഗ്രീക്ക് വൈദ്യനായിട്ടുള്ള അരിസ്റ്റോസ് പറഞ്ഞു, ശുക്ലമുള്ള മനുഷ്യൻ ശക്തനും ധൈര്യശാലിയുമാകുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പുരാതന ഗ്രീസിലുള്ള വീരന്മാരും ഓരോ അത്ലറ്റുകളും. അതുമാത്രമല്ല, ബീജം നിലനിർത്തൽ അല്ലെങ്കിൽ സെമൻ റിട്ടൻഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പുരുഷന്റെ അഗ്രഷൻ വർദ്ധിപ്പിക്കുമെന്നും അത് യുദ്ധത്തിലും കോമ്പറ്റീഷനും വളരെ പ്രയോജനകരമാണെന്നും ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു. പുരാതന ഗ്രീക്കിലുള്ള ഓരോ അത്ലറ്റുകളും തങ്ങളുടെ മുന്നിലൂടെ ഒരു സ്ത്രീ നടന്നു പോയാൽ ആ സ്ത്രീയെ നോക്കാൻ പോലും ഭയപ്പെട്ടിരുന്നു. അവർ ലൈംഗികതയെക്കുറിച്ചുള്ള സംസാരങ്ങൾ കേൾക്കാൻ ഭയപ്പെട്ടിരുന്നു. അവർ ഇറക്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണത്തെക്കുറിച്ച് പറയാൻ പോലും ഭയപ്പെട്ടിരുന്നു. കാരണം അവർക്ക് അങ്ങേയറ്റം ബഹുമാനം കിട്ടുക, ബെസ്റ്റായിട്ട് മാറുക. അപ്പോൾ ഈ ബീജം പുറത്തു കളഞ്ഞാൽ തങ്ങൾക്ക് ബെസ്റ്റ് ആവാൻ പറ്റില്ല എന്നുള്ള ഭയം കാരണമാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ആധുനിക ശാസ്ത്രം പറയുന്നത് പുരാതന ഗ്രീക്കുകാരുടെ ഈ വിശ്വാസം ഒരു പുരുഷന്റെ ശാരീരിക പ്രകടനം മെച്ചപ്പെടുത്തില്ല എന്നാണ്. ഇത് കേവലം സൈക്കോളജിക്കലായിട്ടുള്ള എഫക്റ്റുകൾ മാത്രം ഉണ്ടാക്കുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. എന്നിരുന്നാലും വിശ്വാസം വളരെ ശക്തമാണ്. ഇന്നും, അതായത് ഈ 2016-ലും അത്ലറ്റുകൾ ഇത് പിന്തുടരുന്നു. കൂടാതെ നോഫാപ്പ് പോലുള്ള കമ്മ്യൂണിറ്റികളും നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കും. അതിനാൽ ഒരു അത്ലറ്റ് ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നത് കാണുമ്പോൾ അതൊരു പുരാതന പാരമ്പര്യമാണ് എന്ന് ഓർക്കുക. ഡിസിപ്ലിൻ, ബിലീഫ്, സെൽഫ് കൺട്രോൾ എന്നിവയുടെ കഥയാണിത്. ആധുനിക ശാസ്ത്രവും പുരാതന ഗ്രീക്കുകാരുടെ വിശ്വാസവും ഒരുമിച്ച് പോവത്തില്ല.
കാരണം പുരാതന ഗ്രീക്കുകാർ ബീജവിസർജനം നടത്തിയ പുരുഷന്മാരും നടത്താത്ത പുരുഷന്മാരും തമ്മിലുള്ള പ്രകടനത്തിലെ വ്യത്യാസങ്ങൾ പോലും അവർ പരീക്ഷിച്ചു മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ പുരാതന ഗ്രീക്കുകാർ വെറുതെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമല്ലായിരുന്നു സെമൻ റിട്ടൻഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഗ്രീക്ക് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാവും അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് അവരിത് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ആധുനിക ശാസ്ത്രം ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഗ്രീക്കുകാർ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സെമൻ റിട്ടൻഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.